ഹായ് എല്ലാവർക്കും ACIT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ PYQ സെക്ഷനിൽ കോൺസ്റ്റിറ്റ്യൂഷനിലെ മൗലിക അവകാശങ്ങൾ എന്ന ടോപ്പിക്കിൽ റീസെന്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന ഏതാ? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്ത പ്രസ്താവന. ഓപ്ഷൻസ് വായിക്കാം. സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ആ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുന്നതാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കുക, അത് ഉൾപ്പെടുന്നതാണ്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്, അത് അതിൽ ഉൾപ്പെടുന്നതല്ല. ഇന്ത്യയിലെവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുക, അതും വകുപ്പ് 19 ഉൾപ്പെടുന്നതാണ്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നുള്ളത് വകുപ്പ് 19 ഉൾപ്പെടുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്ന് സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി പറയാം. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിന് വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത് റിട്ടാണ്? അത് മാൻഡമസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവരെ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് വിദ്യാഭ്യാസ അവകാശം 86 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസ അവകാശം 86 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 2008 ഈ നിയമം വന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്ന നിയമം വന്നത് പാർലമെന്റ് പാസാക്കിയത് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 2010 ഏപ്രിലാണ് നിലവിൽ വന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2009 നിലവിൽ വന്നത് 2010 ഏപ്രിലുമാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഭരണഘടനയുടെ 21A എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 221A ആണ്. അപ്പോൾ വിദ്യാഭ്യാസ അവകാശം 86 ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2009 പാർലമെന്റ് പാസാക്കി. 2010 ഏപ്രിലിൽ ബില്ലായി പാസ്സായി. ആർട്ടിക്കിൾ 21A.